മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ പ്രതീകമാണ് വിഷു. ഈശ്വരശക്തി തന്നെയാണ് പ്രകൃതിയും മനുഷ്യനുമായി പരിണമിച്ചിരിക്കുന്നത്. ഈശ്വരനും ഒന്നും അന്യമല്ലെന്നുള്ള ആത്മീയതയുടെ അന്തസത്തയാണ് വിഷു നൽകുന്ന സന്ദേശം. മതവും ആധ്യാത്മികവും അതിനോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ വ്യക്തിയുടെയും ആത്മസത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആത്മപ്രകാശന വെളിച്ചം ചിന്തയിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, സ്നേഹമായും കാരുണ്യമായും ക്ഷമയായും സഹനശക്തിയായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ശരിയായൊരു മതവിശ്വാസിയിലും ഈശ്വരവിശ്വാസിയുമാകുന്നത്. വിഷു ആഘോഷിക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ്: പരാശ്രയം, സ്വാതന്ത്ര്യം, പരസ്പരാശ്രയം. ലോകത്തിലെവിടെയാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും എന്തിനെങ്കിലുമൊക്കെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. അഹങ്കാരത്തെ പിടിയുന്ന മോചിതരായാൽ നമ്മൾ സ്വതന്ത്രരാകും. നല്ലതിനെയും ചീത്തയും നമുക്ക് ഒരേപോലെ പുഞ്ചിരിയുടെ സ്വാഗതം ചെയ്യാൻ നമുക്ക് കഴിയും. അതോടൊപ്പം ഈശ്വരനും ജ്ഞാനം വേറല്ല, ജ്ഞാനം പ്രകൃതിയും പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നു എന്ന സത്യം ബോധ്യമാകുകയും ചെയ്യും. ഇതാണ് വിഷു നമുക്ക് നൽകുന്ന സന്ദേശം. ശരിയായ സേവനമാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശക്തി. മനുഷ്യൻ പ്രകൃതിയെ സേവിക്കുമ്പോൾ പ്രകൃതി മനുഷ്യനെ സേവിക്കും. മനുഷ്യൻ മൃഗങ്ങളെയും സസ്യങ്ങളെയും സേവിക്കുമ്പോൾ അവ തിരിച്ച് നമ്മളെ സേവിക്കും. ഇത് മനോഭാവിക്കണം സംഘടനയിലെ അംഗങ്ങളിലും കുടുംബാംഗങ്ങളിലും നമുക്കുണ്ടാകേണ്ടത്. പരസ്പരം അറിഞ്ഞുള്ള സേവനം, സ്നേഹം, വിശ്വാസം എന്നിവ ഉണ്ടാകുമ്പോൾ മാത്രമേ ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. വിഷുക്കണി കാഴ്ചവെക്കുന്ന സൗന്ദര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞൊരു ഭൂമിയെ സാക്ഷാത്കരിക്കാൻ കൃപ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.